യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. സ്നാപക യോഹന്നാനിലൂടെ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ സന്ദേശവും വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മുന്നോടിയായി വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്ന യോഹന്നാൻ പൂർവ്വകാലം മുതലേ പ്രവാചകന്മാർ അദ്ദേഹത്തെക്കുറിച്ച് വ്യവസ്ഥ നൽകി വെളിപ്പെടുത്തി നൽകിയ പ്രവചനങ്ങളെ സമ്പൂർണ്ണമായി വെളിപ്പെടുത്തിക്കൊണ്ട് ആ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ പാത ഒരുക്കുവേൻ നിരപ്പാക്കുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമായി വെളിപ്പെട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ ആത്മനിറവിൽ സംസാരിച്ച് തുടങ്ങിയത്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അതുകൊണ്ട് യേശു നമ്മുടെ അരികിലുണ്ട്. നമ്മൾ എന്താ ദൈവത്തോട് ചോദിക്കുന്നത്? യേശു നമ്മുടെ അരികിലൂടെ കടന്നു പോകുകയാണ്. നമ്മൾ യാചിക്കുന്നത് എന്താണ് പ്രിയമുള്ളവരെ? അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യം എന്താണ്? സ്വർഗീയമായ വാഗ്ദത്തമാണ് ആ യേശുവിൻ്റെ കയ്യിൽ നമുക്ക് സൗജന്യമായി തരുവാനിരിക്കുന്നത്. എന്നാൽ അത് നാം ചോദിക്കാതെ ഈ താൽക്കാലികമായ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി ലൗകികവും പ്രാകൃതവും പൈശാചികമായ താൽക്കാലികമായ ആവശ്യങ്ങളെ ചോദിച്ച് ഈ പരമനായകനായ വാഴ്ത്തപ്പെട്ട കർത്താവിന് അത്യുജ്വലമായ സ്വർഗീയമായ വരദാനമായ പരിശുദ്ധാത്മാവിനെ തരുവാൻ അവൻ നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതൊന്നും വേണ്ട. നമുക്കിപ്പോൾ താൽക്കാലികമായ മരണം കൊണ്ട് കലാശിക്കുന്ന കാര്യങ്ങൾ ചോദിച്ച് സമയങ്ങൾ മെനക്കെടുത്തുന്ന ജീവിതക്രമം വിട്ടൊഴിഞ്ഞിട്ട് നിത്യനായ ദൈവം തൻ്റെ ആത്മപ്രകാശം നമ്മുടെ ഉള്ളിൽ ഉദിപ്പിക്കേണ്ടതിന് അവൻ്റെ അരികിലേക്ക് നാം വളർന്നു വരുന്നത് എന്തിനായിട്ടാണ്? അവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ക്രിസ്തു നമുക്ക് ജീവിപ്പാനായിട്ട് വിഭാവന ചെയ്തിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമൂലമായ പ്രവൃത്തി ഈ ഭൂമിയിൽ നമുക്ക് പൂർത്തീകരിക്കാനായിട്ടിടയാകും. ആ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ അരികിലേക്ക് അടുത്ത് വരുമ്പോൾ അവർ അതല്ലാതെ മറ്റൊന്നും ചോദിക്കുകയില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കാൻ റെഡിയായി നിൽക്കുന്നത് കൊണ്ട് അവനോട് ആത്മാവിനെ യാചിക്കണം, പരിശുദ്ധാത്മാവിനെ യാചിക്കണം. ദൈവം നമുക്ക് എന്താണോ നൽകുവാൻ ഇച്ഛിക്കുന്നത് അത് തന്നെ നമുക്ക് അങ്ങോട്ട് ചോദിക്കുവാൻ കഴിയുന്നതാണ് ദൈവപ്രസാദിതകരമായ ജീവിതം.